വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദിലീപിന്റെ കുമരകത്തെ ഭൂമി ഇടപാട് സർക്കാർ അന്വേഷിക്കുന്നു. കുമരകത്ത് പുറമ്പോക്ക് ഭൂമി അടക്കം വാങ്ങി മറിച്ചു വിറ്റു എന്ന ആരോപണമാണ് റവന്യൂ വകുപ്പ് അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച റവന്യൂ മന്ത്രി കോട്ടയം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കുമരകം വില്ലേജിലെ 12ാം ബ്ലോക്കിലെ 190-ാം സർവേ നമ്പറിൽ പുറമ്പോക്ക് അടക്കമുള്ള ഭൂമി ഹൗസ് ബോട്ട് ബിസിനസ് ലക്ഷ്യമിട്ടാണ് 2007 ദിലീപ് വാങ്ങുന്നത്. കായൽ തീരം ഉൾപ്പെടുന്ന കയ്യേറ്റ ഭൂമിയാണിതെന്നറിഞ്ഞിട്ടും സഹോദരൻ അനൂപായിരുന്നു ഭൂമി വാങ്ങാൻ നേരിട്ടെത്തിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റീസർവേ അടക്കം ഉണ്ടാകുമെന്നറിഞ്ഞപ്പോഴാണ് ദിലീപ് സെന്റിന് 70,000 രൂപ നിരക്കിൽ വാങ്ങിയ 2.5 ഏക്കർ ഭൂമി സെന്റിന് 4,80,000 രൂപ നിരക്കിൽ മറിച്ചുവിറ്റത്. പള്ളിച്ചിറ ഭാഗത്തും ദിലീപ് ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും കുമരകം സ്വദേശി ഷൈൻ പറഞ്ഞു. 2005 ദിലീപ് കുമരകത്ത് സ്ഥലം വാങ്ങിക്കുന്നത്. ഏകദേശം 3 ഏക്കറോളം സ്ഥലമാണ് അദ്ദേഹം കുഞ്ചുമട റൂട്ടിൽ കുമരകം നവനസ്രത്ത് പള്ളിക്കും മുത്തന്നനട ദേവീക്ഷേത്രത്തിനും ഇടയിലായി കായൽ തീരത്തോട് ചേർന്ന് വാങ്ങിയിരിക്കുന്നത്. അക്കാലങ്ങളിൽ അയാൾ രാത്രികാലങ്ങളിൽ പലപ്പോഴും ഇവിടെ വരുമായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കുമരകത്ത് പള്ളിച്ചിറയ്ക്ക് സമീപവും അദ്ദേഹം സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭൂമി വിൽപ്പന നടന്നെങ്കിലും ഇതിൽ കയ്യേറ്റ ഭൂമിയുണ്ടെന്ന് വില്ലേജ് അധികൃതർ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, മറിച്ചുവിറ്റ ഭൂമിയിൽ സർക്കാർ ഭൂമിയുണ്ടെന്ന വിവരം ബന്ധപ്പെട്ടവർ കോടതിയെ അറിയിച്ചിരുന്നു. ഇതിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ കോടതി സ്പെഷ്യൽ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചാണ് റവന്യൂ മന്ത്രി കോട്ടയം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരെ പ്രധാന സാക്ഷിയാക്കും. സംഭവത്തിൽ മഞ്ജുവിന്റെ മൊഴി നേരത്തെ ADGP B. സന്ധ്യ രേഖപ്പെടുത്തിയിരുന്നു. കേസിൽ നാദിർഷ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യും. മഞ്ജു വാര്യരുമായുണ്ടായിരുന്ന ദാമ്പത്യ ജീവിതം തകരാൻ കാരണം ആക്രമിക്കപ്പെട്ട നടിയാണെന്ന കാരണത്താലാണ് നടൻ ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. ദിലീപിനെ 13 മണിക്കൂർ ചോദ്യം ചെയ്തതിനു മുൻപ് മഞ്ജു വാര്യരെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ADGP B. സന്ധ്യയാണ് മഞ്ജുവിന്റെ മൊഴിയെടുത്തത്. വിവാഹബന്ധം തകരാനിടയായ കാര്യങ്ങൾ മഞ്ജു വിശദമായി സംസാരിച്ചുവെന്നാണ് വിവരം. കാവ്യമാധവനുമായി ദിലീപിനുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും നടിയോട് ദിലീപിന് പക തോന്നാനുള്ള കാരണവും മഞ്ജു വിശദമായി വിവരിച്ചു. പിന്നീടായിരുന്നു ദിലീപിനെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യമായി പറഞ്ഞതും മഞ്ജു വാര്യരായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട ശേഷം സിനിമാ താരങ്ങൾ ഒന്നാകെ നടിക്ക് പിന്തുണ അറിയിച്ചു കൂടിയ യോഗത്തിലാണ് മഞ്ജു ഗൂഢാലോചന എന്ന വാക്ക് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തതും. അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ മഞ്ജുവിനെ കേസിലെ പ്രധാന സാക്ഷിയാക്കാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള D സിനിമാസിന്റെ നിർമ്മാണം പുറമ്പോക്ക് ഭൂമി കയ്യേറി എന്ന പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായി റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയുണ്ടാകും. നിർമ്മാണം സർക്കാർ ഭൂമിയിലാണ് എങ്കിൽ തിരിച്ചു പിടിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അതിൻ്റെ പരിശോധന നടത്താൻ 2013 അതിൻ്റെ ജില്ലാ കളക്ടറായിരുന്ന തൃശ്ശൂർ കളക്ടറോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പരിശോധിച്ച് അതിനകത്ത് ഏതാണ്ട് 35 സെൻറ്റോളം വരുന്ന സ്ഥലം പുറമ്പോക്കാണ് എന്ന ഒരു നിഗമനത്തിലെത്തുകയും എന്നാലും അത് വർഷങ്ങളായി ഇങ്ങനെ കൈമാറ്റം ചെയ്തു വന്നതാണെന്ന രീതിയിൽ അവർ ആ കാര്യത്തിലൊരു കർശനമായ നിലപാട് സ്വീകരിക്കാത്ത വിധമുള്ള നടപടിയുമാണ് സ്വീകരിച്ചത്. അപ്പം അതുകൊണ്ട് ആ പ്രശ്നത്തിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ വിശദമായൊരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശ്ശൂർ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. തൃശ്ശൂർ ജില്ലാ കളക്ടർ അതിൻ്റെ പ്രാഥമിക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ഇന്നലെ നൽകിയിരിക്കുകയാണ്. എന്നാൽ അവസാനമായി ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ അത് സർക്കാർ നിക്ഷിപ്തമാകേണ്ട ഭൂമിയാണ് എന്ന റിപ്പോർട്ട് കിട്ടുന്ന മുറക്ക് സർക്കാർ അതിൻ്റെ നടപടി സ്വീകരിക്കും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന കാര്യം ആലുവ ജയിലിൽ കഴിയുന്ന VIP പറയട്ടെ എന്ന് പൾസർ സുനി. കഥയുടെ പാതി മാത്രമേ ആയിട്ടുള്ളൂവെന്നും സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 1-ാം തീയതി വരെ നീട്ടി. സുനിയുടെ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. പൾസർ സുനി ഉൾപ്പെടെ 7 പ്രതികളുടെ റിമാൻഡ് കാലാവധിയാണ് ഓഗസ്റ്റ് 1 വരെ നീട്ടിയത്. സുനിയുടെ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച പരിഗണിക്കും. ഇതേ കേസിലെ മറ്റ് പ്രതികളുടെ ജാമ്യാപേക്ഷയ്ക്കൊപ്പം പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് വാദം 20-ാം തീയതിയിലേക്ക് മാറ്റിയത്. അതേസമയം കേസിൽ കഥ പാതി വഴിയിലേ ആയിട്ടുള്ളൂവെന്ന് സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനിയും പിടികൂടാൻ ആരാണുള്ളതെന്ന് ആലുവ ജയിലിൽ കഴിയുന്ന VIP പറയട്ടെ എന്നും കോടതിയിൽ നിന്നും തിരികെ പോകുമ്പോൾ സുനി പ്രതികരിച്ചു. കേസിൽ ഇനിയും പ്രതികൾ അറസ്റ്റിലാകാനുണ്ടെന്ന് സുനിയുടെ അഭിഭാഷകൻ BA ആളൂരും വ്യക്തമാക്കി. സുനിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട്
വ്യാഴാഴ്ച അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സുനിൽകുമാറിന്റെ ആവശ്യപ്രകാരം ഇന്ന് ഒരു ജാമ്യാപേക്ഷ നൽകിയെന്ന് മാത്രമല്ല, ഈ പറയുന്ന രഹസ്യമൊഴിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രതിയുമായി ഒന്നുകൂടി സംസാരിച്ച് പ്രതിയുടെ നിർദ്ദേശപ്രകാരം അടുത്ത ദിവസങ്ങളിൽ രഹസ്യമൊഴിക്കുള്ള അപേക്ഷ നൽകുന്നതായിരിക്കും. കേസിൽ താൻ നിരപരാധിയാണെന്ന് സുനിയുടെ സഹതടവുകാരനായ വിഷ്ണുവും കോടതി വിളിപ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ കാക്കാട്ട് ജയിലിൽ സുനിക്ക് കത്തെഴുതാൻ സഹായിച്ച 10ാം പ്രതി വിപിൻ ലാലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൊഴിൽ തട്ടിപ്പ് കേസിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന വിപിൻ ലാലിനെ അവിടെ എത്തിയാണ് പെരുമ്പാവൂർ CI ബൈജു പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചുവെന്നാണ് സുനിയുടെ മൊഴി. പ്രതീഷ് ചാക്കോ ഇപ്പോൾ ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപിനെ പുറത്തിറക്കാൻ ഒരു വിഭാഗം നിർമ്മാതാക്കൾ രംഗത്ത്. ഏതു വിധേനയും പുറത്തിറക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. നേരത്തെ ദിലീപിനെ എതിർത്തവരെ സമ്മർദ്ദത്തിലൂടെ കൂടെ നിർത്താനും നീക്കമുണ്ടായിരുന്നു. ദിലീപിന്റെ സഹോദരന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള ചരടുവലികൾ നടത്തുന്നത്. ദിലീപിനെ ജാമ്യത്തിലിറക്കാൻ ശക്തമായ നീക്കമാണ് നടക്കുന്നത്. ദിലീപിനോടടുപ്പമുള്ള ചില നിർമ്മാതാക്കളാണ് പ്രധാനമായും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആക്രമിക്കപ്പെട്ട നടിയെ സമ്മർദ്ദത്തിലാക്കി ദിലീപിന് അനുകൂലമായ സ്ഥിതി സൃഷ്ടിക്കാനാണ് സഹോദരന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നത്. ദിലീപിനെതിരെ ശക്തമായി രംഗത്ത് വന്നവരെയെല്ലാം ഭീഷണിയിലൂടെയും മറ്റും സമ്മർദ്ദത്തിലാക്കിയാണ് ദിലീപിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നു വരുന്നത്. നേരത്തെ നവമാധ്യമങ്ങളെ ഉപയോഗിച്ച് ദിലീപിന് അനുകൂല തരംഗം സൃഷ്ടിക്കാൻ നീക്കം നടന്നിരുന്നു. പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളെയാണ് കോടികൾ മുടക്കി ഇതിനായി നിയോഗിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ദിലീപിന് ശിക്ഷ കിട്ടാനുള്ള സാഹചര്യമാണുള്ളതെന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തെളിവുകൾ അനുകൂലമാക്കി നിയമപരമായി ദിലീപിനെ മോചിപ്പിക്കുക എന്ന് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. താരസംഘടനയിൽ നേരത്തെ ദിലീപിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച നടിമാരെയെല്ലാം സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഇവരിപ്പോൾ. തങ്ങളുടെ സിനിമാ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവരും ഇപ്പോൾ മൗനത്തിലായിരിക്കുന്നത്. ഏതു വിധേനയും ദിലീപിനെ ജാമ്യത്തിലിറക്കുക എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും ഇവരിപ്പോൾ നടത്തി വരുന്നു. ദിലീപ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസിലെ തെളിവുകളെയും സാക്ഷികളെയും സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവർ വിശ്വസിക്കുന്നത്. നിലവിൽ ദിലീപിനോട് എതിർപ്പുള്ളവർ പോലും ദിലീപ് പുറത്തു വന്നു കഴിഞ്ഞാൽ പരസ്യമായി രംഗത്ത് വരാൻ തയ്യാറാകില്ല. ഇത്തരത്തിൽ ഭീഷണിയിലൂടെയും മറ്റും സാക്ഷികളെയും പരാതിക്കാരെയും സമ്മർദ്ദത്തിലാക്കി കേസിൽ നിന്നും ദിലീപിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെയും സഹോദരന്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 2011 പൾസർ സുനിയും സംഘവും തട്ടിക്കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടത് ഒരു യുവനടിയെ എന്ന് സൂചന. യുവ സംവിധായകന്റെ ഭാര്യയായ നടി അവസാന നിമിഷം യാത്ര റദ്ദാക്കിയതാണ് പദ്ധതി പാളാൻ കാരണമായത്. അതേസമയം പഴയ കേസിൽ പൾസർ സുനിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. പിടിയിലായ കോതമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. 2011 സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ പൾസർ സുനിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഇതിനായാണ് കൊച്ചി സെൻട്രൽ പോലീസ് എറണാകുളം CJM കോടതിയിൽ പ്രൊഡക്ഷൻ വാറന്റിനും കസ്റ്റഡിക്കും അപേക്ഷ നൽകുന്നത്. ഇതിനകം പരാതിക്കാരനായ നിർമ്മാതാവ് ജോണി സാഗരികയിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തി. പിടിയിലുള്ള കോതമംഗലം സ്വദേശി ബിനുവിനെ ചോദ്യം ചെയ്തു വരികയാണ്. പൾസർ സുനി ഉൾപ്പെടെ 5 പേരായിരുന്നു അന്നത്തെ കൃത്യത്തിൽ പങ്കെടുത്തത്. യുവ സംവിധായകന്റെ ഭാര്യയായ യുവനടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. എന്നാൽ യുവനടി അവസാന നിമിഷം യാത്ര ഒഴിവാക്കിയതാണ് സംഘത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. പ്രമുഖ നക്ഷത്ര ഹോട്ടലിന്റെ പ്രതിനിധി എന്ന വ്യാജേന നിർമ്മാതാവിനെ സമീപിക്കുകയായിരുന്നു സംഘം ആദ്യം ചെയ്തത്. ഹോട്ടലിൽ താരങ്ങൾക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും താരങ്ങളെ ഹോട്ടലിലെത്തിക്കാൻ വാഹനവും സംഘം ഏർപ്പാടാക്കി. പൾസർ സുനിയും സംഘവും വാഹനവുമായി റെയിൽവേ സ്റ്റേഷനിലെത്തിയെങ്കിലും യുവനടിക്ക് പകരം വന്നത് മറ്റൊരു നടിയായിരുന്നു. കണക്കുകൂട്ടൽ തെറ്റിയതോടെ ടെമ്പോ ട്രാവലർ നടിയുമായി നഗരത്തിൽ ചുറ്റിക്കറങ്ങിയ ശേഷം മറ്റൊരു ഹോട്ടലിൽ ഇറക്കിവിട്ടു. സംഭവമറിഞ്ഞ നിർമ്മാതാവ് അന്ന് തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. എന്നാൽ അന്വേഷണം നടത്താനോ പൾസർ സുനി ഉൾപ്പെടെയുള്ളവരെ പിടികൂടാനോ പോലീസ് തയ്യാറായില്ല. പോലീസ് അന്ന് കാണിച്ച ആ ഉദാസീനതയാണ് പൾസറിന് ഇത്തരം കൃത്യങ്ങൾ ചെയ്യാൻ ധൈര്യം പകർന്നത്. ഏതായാലും പഴയ പാളിച്ച പരിഹരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിന്റെ ഭാഗമായാണ് കേസ് വീണ്ടും തുറന്ന് അന്വേഷണം ആരംഭിച്ചത്. അന്നത്തെ സംഭവത്തിനു പിന്നിൽ കൊട്ടേഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പൾസർ സുനിയെ ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തമാകൂ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. BSP നേതാവ് മായാവതി രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചു. പശു സംരക്ഷണത്തിന്റെ പേരിൽ ദളിതരെ ആക്രമിക്കുന്നത് പാർലമെന്റ് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരാഷ്ട്രപതിക്ക് രാജിക്കത്ത് കൈമാറിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്ന് നേരത്തെ പിരിഞ്ഞു. അതേസമയം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥികളായ വെങ്കയ്യ നായിഡുവും ഗോപാൽ കൃഷ്ണ ഗാന്ധിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പശുവിന്റെ പേരിൽ ദളിതർക്കെതിരായ അക്രമങ്ങൾ ചർച്ച ചെയ്യണമെന്ന മായാവതിയും ഇതേ പ്രശ്നത്തിൽ കർഷകർ നേരിടുന്ന ദുരിതങ്ങൾ ചർച്ച ചെയ്യണമെന്ന് സീതാറാം യെച്ചൂരിയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിഷയത്തിൽ സംസാരിച്ച മായാവതി ദളിതർക്കെതിരായ അക്രമങ്ങൾ BJP ഗൂഢാലോചനയെന്ന് കുറ്റപ്പെടുത്തി.
വർഗീയ കലാപം ആളിക്കത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഇതിനിടയിൽ ഇടപെട്ട ഉപാധ്യക്ഷൻ PJ കുര്യൻ അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞതായി പറഞ്ഞു. ഇത് മായാവതിയെ ചൊടിപ്പിച്ചു. സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ MP സ്ഥാനം രാജിവെക്കുമെന്ന് അവർ ഭീഷണി മുഴക്കി. സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂനപക്ഷങ്ങൾക്കെതിരെയും കർഷകർക്കെതിരെയും വ്യാപകാക്രമണം നടക്കുന്നതായി സീതാറാം യെച്ചൂരിയും വിമർശിച്ചു. വിഷയത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയതോടെ രാജ്യസഭ പലതവണ നിർത്തിവച്ചു. പിന്നീട് പിരിഞ്ഞു. സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങൾ കണ്ട മായാവതി രാജ്യഭീഷണി ആവർത്തിച്ചു. ഗുണ്ടാരാജും ജംഗിൾ രാജുമാണ് UPയിൽ നടക്കുന്നത്. തന്നെ നിശബ്ദയാക്കാൻ നോക്കുകയാണ്. എന്നാൽ UP തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ നിരാശയാണ് മായാവതി പ്രകടിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി പ്രതികരിച്ചു. അതേസമയം NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡുവും പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥി ഗോപാൽകൃഷ്ണ ഗാന്ധിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥിയായത് അഭിമാനമായി തോന്നുന്നതായി വെങ്കയ്യ നായിഡു പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. Now moving to a defined constitutional responsibility, I hope that I will be able to do justice. കേന്ദ്രമന്ത്രി പദം വെങ്കയ്യ രാജിവെച്ചു. അദ്ദേഹത്തിന്റെ 2 വകുപ്പുകൾ 2 കേന്ദ്രമന്ത്രിമാർക്കായി വിഭജിച്ച് നൽകി. വാർത്താ വിതരണം സ്മൃതി ഇറാനിക്കും നഗരവികസനം നരേന്ദ്ര തോമറിനും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം ജൂബിലി മിഷൻ ആശുപത്രിയിലും നഴ്സുമാരുടെ സമരം. സംഘടനാ പ്രവർത്തനം ആരംഭിച്ചതിന്റെ പേരിൽ മാനേജ്മെന്റ് പ്രതികാര നടപടിയെടുക്കുന്നു എന്നാരോപിച്ചായിരുന്നു സമരം. ഗർഭിണികളോട് പിരിഞ്ഞു പോകാൻ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതായും ആക്ഷേപമുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനെതിരെയും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളെ രൂക്ഷമായി വിമർശിച്ച് കവയത്രി സുഗതകുമാരി. കോൺഗ്രസുകാർ ഗാന്ധിജിയെ മറന്നിരിക്കുന്നുവെന്നും മദ്യത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമോ എന്നതിൽ സംശയമുണ്ട് എന്നും സുഗതകുമാരി ആശങ്ക പ്രകടിപ്പിച്ചു. KPCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച മദ്യത്തിനെതിരെയുള്ള ജനസദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുഗതകുമാരി. കോൺഗ്രസുകാർ ഗാന്ധിജിയെ ചുമരിൽ പ്രതിഷ്ഠിച്ചുവെന്നും സുഗതകുമാരി തുറന്നടിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കോൺഗ്രസ് KPCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ജനസദസ്സിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് കവയത്രി സുഗതകുമാരി കോൺഗ്രസുകാരെ രൂക്ഷമായി വിമർശിച്ചത്. ചടങ്ങിൽ ഈശ്വര പ്രാർത്ഥന ചൊല്ലാത്തതിലെ അനിഷ്ടവും സുഗതകുമാരി രേഖപ്പെടുത്തി. നിങ്ങൾക്ക് എന്താണ് ഈ മൗന പ്രാർത്ഥന? കോൺഗ്രസിന് 4 വരി പ്രാർത്ഥന ഇല്ലേ? പണ്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ ചോരയിൽ മുക്കി കൊന്നുകൊണ്ടിരുന്ന കാലത്ത് വന്ദേ മാതരം എന്ന് വിളിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി നിർഭയരായി കഴുകുമരത്തിലേക്ക് കയറിയ രക്തസാക്ഷികളുണ്ടായിരുന്നു. വന്ദേ മാതരം ആരുടെയും സ്വന്തം വകയല്ല, ഈ രാജ്യത്തിൻ്റെതാണ്. ആദ്യത്തെ ഒരു 6 വരിയെങ്കിലും നിങ്ങൾക്കെടുത്ത് ചൊല്ലാൻ ഈ കോൺഗ്രസ് ഉപേക്ഷിക്കരുത്. കോൺഗ്രസുകാർ ഗാന്ധിജിയെ ചുമരിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്നും അവർ തുറന്നടിച്ചു. നിങ്ങൾക്ക് കോൺഗ്രസിനുണ്ടായ വീഴ്ച, ഏറ്റവും വലിയ ദൗർബല്യം മഹാത്മാഗാന്ധി എന്നയാളെ ഹൃദയത്തിൽ നിന്ന് മാറ്റി എവിടെയോ ചുവരിലേക്ക് ഇരുത്തി എന്നുള്ളതാണ്. അന്ന് തുടങ്ങിയ ക്ഷീണമുണ്ട്. നിങ്ങളെല്ലാവരും കൂടി ശ്രമിച്ച് പുനഃപ്രതിഷ്ഠാകർമ്മം നടത്താത്തിടത്തോളം കാലം ഈ ദൗർബല്യം തുടരുകയും ചെയ്യും. ഗാന്ധിജിയെ മറന്ന് കോൺഗ്രസുകാർ നടത്തുന്ന സമരങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമോ എന്നതിൽ തനിക്ക് സംശയമുണ്ടെന്നും സുഗതകുമാരി പറഞ്ഞു. എന്നാൽ സുഗതകുമാരി പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായോ അനുകൂലിച്ചോ ചടങ്ങിൽ പങ്കെടുത്ത KPCC പ്രസിഡന്റ് MM ഹസനോ DCC പ്രസിഡന്റ് നെയ്യാറ്റിങ്കര സനലോ ഉൾപ്പെടെയുള്ളവർ യാതൊന്നും പ്രതികരിച്ചില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം ജൂബിലി ആശുപത്രിയിലും നഴ്സുമാരുടെ സമരം. സംഘടനാ പ്രവർത്തനം ആരംഭിച്ചതിന്റെ പേരിൽ മാനേജ്മെന്റ് പ്രതികാര നടപടിയെടുക്കുന്നു എന്നാരോപിച്ചാണ് സമരം. ഗർഭിണികളോട് പിരിഞ്ഞു പോകാൻ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതായും ആക്ഷേപമുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനെതിരെയും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന UNAയുടെ യൂണിറ്റ് തിരുവനന്തപുരം ജൂബിലി മെമ്മോറിയൽ ആശുപത്രിയിൽ ആരംഭിച്ചത്. അതോടെ മാനേജ്മെന്റ് പ്രതികാര നടപടികൾ ആരംഭിച്ചെന്ന് നഴ്സുമാർ ആരോപിക്കുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ആശുപത്രി പ്രവർത്തിപ്പിക്കാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നതായും സമരക്കാർ ആരോപിച്ചു.
ചാർട്ടിംഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫിനെ എക്സ്പ്ലനേഷൻ എഴുതാൻ പറഞ്ഞു. സ്റ്റാഫ് വില്ലിംഗ് അല്ലായിരുന്നു. ഞങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതത്തില്ല, ഇത്രയും പേഷ്യൻ്റ് ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്തായിരുന്നാലും പേഷ്യൻസ് കെയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി കാര്യം ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ എന്തായിരുന്നാലും ഫയൽ കംപ്ലീറ്റ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. ഗർഭിണികളായ നഴ്സുമാരോട് ജോലി രാജിവെച്ചു പോകാൻ ആവശ്യപ്പെട്ടതും നഴ്സുമാരുടെ പ്രതിഷേധം വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ പ്രഗ്നൻസി ഇനി ഒരു സ്റ്റാഫിനെയും എടുക്കുന്നു. കർഷക ദ്രോഹ നയങ്ങൾ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന് ശക്തമായ താക്കീതുമായി ദില്ലിയിൽ കർഷക മഹാറാലി. അഖിലേന്ത്യാ കിസാൻ സഭ ഉൾപ്പെടെ 100-ലധികം കർഷക സംഘടനകളുടെ സംയുക്ത സമരവേദിയാണ് രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധിച്ചത്. 6 കർഷകർ വെടിയേറ്റ് മരിച്ച മധ്യപ്രദേശിലെ മൻസൂറിൽ നിന്നും ആരംഭിച്ച കിസാൻ മുക്തി യാത്ര കർഷക മഹാറാലിയോടെ ദില്ലിയിൽ സമാപിച്ചു. ഈ മാസം 7-ാം തീയതി മധ്യപ്രദേശിലെ മൻസൂറിൽ നിന്നും ആരംഭിച്ച കിസാൻ മുക്തി യാത്രയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി മഹാറാലിയോടെ ദില്ലിയിൽ സമാപിച്ചത്. ജന്തർ മന്ദിറിൽ നടന്ന റാലിയിൽ 10,000-കണക്കിന് കർഷകർ അണിനിരന്നു. അഖിലേന്ത്യാ കിസാൻ സഭ ഉൾപ്പെടെ 100-ലധികം കർഷക സംഘടനകളുടെ സംയുക്ത സമരവേദിയായ അഖിലേന്ത്യാ കിസാൻ സംഘർഷ സമിതിയാണ് റാലിക്ക് നേതൃത്വം നൽകിയത്. CPIM MP-മാർ റാലിക്ക് ഐക്യദാർഢ്യവുമായെത്തി. കർഷകരുടെ അവകാശങ്ങൾക്കായി പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ത്രിപുരയിൽ നിന്നുള്ള CPIM MP ജിതേന്ദ്ര ചൗധരി പറഞ്ഞു. Making the MSP as a compulsory, as a constitution right of the farmers. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, ഉൽപാദന ചെലവിന്റെ 50%-ലധികം താങ്ങുവില ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നേടുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഹനൻ മൊള്ള വ്യക്തമാക്കി. Comrades are there, all organization is there, all organization united, historical occasion and തുടർ സമരങ്ങളുടെ ഭാഗമായി അടുത്ത മാസം 9-ന് കിസാൻ സഭയുടെ നേതൃത്വത്തിലുള്ള ഭൂമി അധികാർ ആന്തോളൻ രാജ്യവ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ കർഷക റാലികൾ സംഘടിപ്പിക്കും. ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കേന്ദ്രങ്ങളെ പിടിച്ചെടുക്കാനുതകുന്ന കർഷക രോഷമാണ് ഇവിടെ ഇരമ്പിയത്. കേന്ദ്ര സർക്കാരിന് ശക്തമായ താക്കീത് നൽകുന്നതായിരുന്നു 10,000-ങ്ങൾ അണിനിരുന്ന കർഷക മഹാറാലി. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. തിരുവനന്തപുരം MG കോളേജിൽ SFI മാർച്ചിന് നേരെ ABVP ആക്രമണം. കോളേജിൽ SFI യൂണിറ്റ് രൂപീകരിക്കാൻ അനുവദിക്കില്ല എന്ന് ABVP. പ്രവർത്തന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടായിരുന്നു SFIയുടെ പ്രകടനം. സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് SFI തിരുവനന്തപുരം MG കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെയാണ് യുവമോർച്ച ABVP പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. ABVPയുടെ കുത്തകയായ കോളേജിൽ കഴിഞ്ഞ ദിവസം SFI യൂണിറ്റ് സ്ഥാപിക്കുകയും അംഗത്വ വിതരണം നടത്തുകയും ചെയ്തിരുന്നു. ഇതാണ് ABVPയുടെ പ്രകോപനത്തിന് കാരണം. SFI പ്രതിഷേധ മാർച്ച് കോളേജ് കവാടത്തിലെത്തിയ ഘട്ടത്തിൽ ആക്രമിക്കപ്പെടുകയായിരുന്നു. കോളേജിനുള്ളിൽ തമ്പടിച്ച ABVP പ്രവർത്തകർ SFIക്കാർക്ക് നേരെ കല്ലേറ് നടത്തി. മദ്യക്കുപ്പികൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നിരവധി SFI പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. ഞങ്ങൾക്ക് നേരെ കല്ലും ഗ്രനേഡും നിങ്ങൾ ഉപയോഗിച്ചാലും ശരി തന്നെ, ഇനി ബിയർ കുപ്പിയല്ല പെട്രോൾ പമ്പല്ല എന്തുപയോഗിച്ചാലും ശരി തന്നെ, അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ ഈ പോരാട്ടത്തിന് മുന്നിൽ ഒരല്പം പോലും പിന്നോട്ട് നടക്കാതെ ഈ ശുഭ്രപതാക ഇവിടെ വാരിയുയർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ അശാന്തം. സംഭവം അറിഞ്ഞ് മുൻ MLAയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ V. ശിവൻകുട്ടി അടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്കെത്തി. പരിക്കേറ്റവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. നാളെ കോളേജിൽ കൊടിമരം സ്ഥാപിക്കുമെന്ന് SFI നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KSRTC പെൻഷൻ കുടിശ്ശിക സെപ്റ്റംബർ 30-നകം കൊടുത്തു തീർക്കാൻ സർക്കാർ തീരുമാനം. പെൻഷൻ കുടിശ്ശിക ഒറ്റത്തവണയായി നൽകാനാണ് ഗതാഗത വകുപ്പ് ആലോചിക്കുന്നത്. ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വായ്പയ്ക്ക് അനുസരിച്ച് കുടിശ്ശിക കൊടുത്തു തീർക്കും. അത് കഴിഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ KSRTCയിൽ പെൻഷൻ നൽകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. മലയാളവും തമിഴും ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിച്ച വിദ്യാർത്ഥികളോട് ഡൽഹി യൂണിവേഴ്സിറ്റി കാണിക്കുന്ന വിവേചനം തിരുത്തണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. ദില്ലി യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മലയാളം, തമിഴ്, തെലുങ്ക്, ഒഡിയ, കന്നഡ, മറാത്തി എന്നീ ഭാഷകളിൽ ഏതെങ്കിലും പഠിച്ചവരാണ് എങ്കിൽ പ്രവേശനത്തിന് കണക്കാക്കുന്ന മാർക്കിൽ 2.5% കുറയ്ക്കുന്നു. ദില്ലി സർവകലാശാല അംഗീകരിച്ച ആധുനിക ഇന്ത്യൻ ഭാഷകളുടെ ലിസ്റ്റിൽ മലയാളവും തമിഴും ഒന്നും വരുന്നില്ല എന്നതാണ് കാരണം. ഇതുമൂലം പലർക്കും പ്രവേശനം നഷ്ടപ്പെടുന്നുണ്ട്. ഭരണഘടനയുടെ 8-ാം പട്ടികയിൽപ്പെട്ട എല്ലാ ഭാഷകളും സർവകലാശാലയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 8-ാം പട്ടികയിൽപ്പെട്ട ഭാഷകളോടുള്ള വിവേചനം ഭരണഘടനാ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു.
റോട്ടറി സൈബർ സിറ്റിയുടെ 2017-2018 വർഷത്തെ ഭാരവാഹികളെ കോഴിക്കോട് നടന്ന ചടങ്ങിൽ തെരഞ്ഞെടുത്തു. RG ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ RG വിഷ്ണുവാണ് പുതിയ പ്രസിഡന്റ്. സെക്രട്ടറിയായി അപർണ ജിയും ട്രഷററായി RK രാഗേഷും ചുമതലയേറ്റു. കോഴിക്കോട് മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ മുഖ്യ അതിഥിയായി.